നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ ക്രൂരതയുടെ പ്രതിരൂപമായി മാറിയ പ്രതി ചെന്താമരയ്ക്ക് തൂക്കുകയർ. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് വിലയിരുത്തിയാണ് കൊടുംകുറ്റവാളിക്ക് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി പരമാവധി ശിക്ഷ വിധിച്ചത്. പ്രതി സമൂഹത്തിന് തന്നെ ഭീഷണിയാണെന്നും മാനസാന്തരത്തിന് ഒരു സാധ്യതയില്ലെന്നും വ്യക്തമാക്കിയാണ് കോടതി വിധി പറഞ്ഞത്. അടിമുടി ദുരൂഹതകൾ നിറഞ്ഞ സൈക്കോപാത്തായിരുന്നു ചെന്താമര എന്ന ലോറി ഡ്രൈവർ. ഭീഷണിപ്പെടുത്തിയാണ് ഭാര്യയെ വിവാഹം ചെയ്തത്. പിന്നീട് സംശയരോഗത്തെ തുടർന്ന് നിരന്തരം ഭാര്യയ്ക്ക് നേരെ അക്രമം. ഒരിക്കൽ കൊടുവാള് വീശിയതോടെ ഭാര്യ ചെന്താമരയെ ഉപേക്ഷിച്ച് ഭയന്നുകൊണ്ട് ആ വീട് വിട്ടുപോയി. എന്നാൽ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം നീളമുള്ള മുടിയുള്ള ഒരു സ്ത്രീ ചെയ്ത കൂടോത്രമാണെന്ന് ഏതോ മന്ത്രവാദി ചെന്താമരയോട് പറയുന്നു. അയൽവാസിയായ സജിതയാണ് ഇതിന് പിന്നിലെന്ന അന്ധവിശ്വാസവും പകയും കാരണമാണ് ആദ്യ കൊലപാതകം നടക്കുന്നത്. 2019 ഓഗസ്റ്റ് 31 വീട്ടിൽ ഒളിഞ്ഞിരുന്നാണ് സജിതയെ ചെന്താമര വെട്ടിക്കൊല്ലുന്നത്. ശേഷം കാടുകയറിയ പ്രതിയെ 4 ദിവസങ്ങൾക്ക് ശേഷം പോലീസ് പിടികൂടി. അതേ കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് 2025 അടുത്ത കൊലപാതകങ്ങൾ. 2025 ജനുവരി 27 അയൽവാസിയായ സജിതയുടെ തന്നെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊല്ലുന്നത്. സുധാകരനെയും ലക്ഷ്മി അമ്മയും കൊന്ന ശേഷവും പ്രതി പഴയതുപോലെ തന്നെ നെല്ലിയാമ്പതി മലയിടുക്കിലേക്ക് ഓടി രക്ഷപ്പെട്ടു. 36 മണിക്കൂറുകൾക്ക് ശേഷമാണ് അന്ന് പോലീസ് പ്രതിയെ പിടികൂടിയത്. എന്നാൽ തെളിവെടുപ്പ് ഘട്ടത്തിലോ വിചാരണ ഘട്ടത്തിലോ ഒന്നും യാതൊരു കൂസലും പ്രതിക്കുണ്ടായിരുന്നില്ല. കുറ്റബോധത്തിന്റെ ചെറുകണിക പോലും ഉണ്ടായിരുന്നില്ല. പിന്നാലെ പ്രതി കൊല്ലേണ്ടവരുടെ പേരുകൾ ഓരോന്നായി വിളിച്ചു പറഞ്ഞു. അടുത്തത് പുഷ്പ, അതിനുശേഷം ശിവരാമൻ, അങ്ങനെ. ഇരട്ട ജീവപര്യന്തത്തിന് പ്രതി ശിക്ഷിക്കപ്പെട്ടതോടെ ഇരട്ട കൊലപാതകത്തിൽ വിചാരണ നടപടികൾ വേഗത്തിലാക്കി. 91 തെളിവുകൾ, അതിൽ തന്നെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ഉൾപ്പെടെയാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. 82 സാക്ഷികളെയും കോടതിയിലെത്തിക്കാൻ പ്രോസിക്യൂഷനായി. എന്നാൽ ഇതിൽ പ്രതി ചെന്താമരയുടെ സഹോദരന്റെ ഭാര്യ, ഒരു ബന്ധു, അയൽവാസി തുടങ്ങി 4 സാക്ഷികൾ കൂറുമാറി. ഒരു കേരള സമുദായത്തിന് ഒരു നെട്ടിച്ച ഒരു കൊലപാതകങ്ങളായിരുന്നു അതിന് അർഹമായ ശിക്ഷ കിട്ടിയെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. 100 പേജുകളോളം അതിനെ പറ്റിയിട്ട് ഒരു ഡിസ്കഷൻ നടത്തിയിട്ട് മാത്രമാണ് ഇത് ഒരു അറസ്റ്റ് കേസസിൽ പെടും എന്നുള്ളത് നിഗമനം എത്തിയിട്ടുള്ളത്. കൊലപാതകത്തിന് പ്രതി ഉപയോഗിച്ചിരുന്ന കൊടുവാൾ, അതിലുണ്ടായിരുന്ന ലക്ഷ്മി അമ്മയുടെയും സുധാകരന്റെയും രക്തക്കറ, കൊടുവാൾ പിടിയിൽ ഉണ്ടായിരുന്ന ചെന്താമരയുടെ സ്റ്റെയിൻ, ഇതിനൊക്കെ പുറമെ പ്രതി കൊലപാതക സമയം ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ, ഇതൊക്കെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. ഒരു ഘട്ടത്തിൽ പോലും കുറ്റബോധമില്ലാതിരുന്ന പ്രതിക്ക് നിലവിൽ മാനസാന്തരമില്ല, ഇനി മാനസാന്തരപ്പെടാൻ സാധ്യതയില്ല എന്നൊക്കെ പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. പ്രതി പുറത്തിറങ്ങിയാലോ ഇനി എന്തെങ്കിലും ശിക്ഷയിൽ ഇളവുണ്ടായാലോ അടുത്തുള്ള അയൽവാസികൾക്കും സുധാകരന്റെ മക്കൾക്കും ഉൾപ്പെടെ ജീവന് തന്നെ ഭീഷണിയാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. പ്രോസിക്യൂഷന്റെ എല്ലാ വാദങ്ങളും അംഗീകരിച്ചുകൊണ്ടായിരുന്നു പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. എല്ലാ കാര്യങ്ങളും, അതായത് കുട്ടികളുടെ റീഹാബിലിറ്റേഷനും പ്രതിയുടെ സ്വഭാവ രീതിയും സംഭവങ്ങൾ നടത്തിയ രീതിയും പിന്നെ അയാൾക്ക് ഒരു റീമോഴ്സിനോ റീഹാബിലിറ്റേഷനോ യാതൊരു സ്കോപ്പില്ല എന്നും അതിനുകൂടാതെ അയാൾ കൽപ്പിച്ചുകൂട്ടി ചെയ്തതാണ് എന്നുള്ളതടക്കം കോൾഡ് ബ്ലഡഡ് മർഡർ ആണ് എന്നുള്ള അടക്കം കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും പ്രായം പരിഗണിച്ചുകൊണ്ട് വധശിക്ഷയിൽ ഇളവുണ്ടാകണമെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ പ്രതിക്ക് യാതൊരുവിധ മാനസിക പ്രശ്നങ്ങളുമില്ലെന്ന ജില്ലാ സൈക്കോളജിസ്റ്റിന്റെ റിപ്പോർട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. ഇതിനു പുറമെ യാതൊരു കുറ്റബോധവുമില്ലാത്ത പ്രതി കോടതിക്കകത്ത് വെച്ച് വരെ ഭീഷണി മുഴക്കുന്നതാണ് പിന്നീട് കണ്ടത്. കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയ ദിവസം താൻ ഗാന്ധിജിയല്ലെന്നും ഇങ്ങോട്ട് വന്നാൽ ഇനിയും കൊല്ലുമെന്നും അടക്കമുള്ള ഭീഷണി വാക്കുകളാണ് ചെന്താമര കോടതിയിൽ പറഞ്ഞത്. കോടതിയുടെ നിരീക്ഷണം പ്രതിക്ക് ഇനി മാനസാന്തരം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ഇനി ഈ പ്രതി സമൂഹത്തിന് ആപത്താണ് ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രതിയെ ഉന്മൂലനം
ചെയ്യണമെന്നൊരു വിധിയാണിത്. ജില്ലാ നിയമസഹായവേദി സമർപ്പിച്ച റിപ്പോർട്ടിൽ മാത്രമാണ് പ്രതിക്ക് കുറ്റബോധമുണ്ടെന്നും ഭാര്യയെയും മകളെയും ഓർത്ത് കരഞ്ഞെന്നുമുള്ള കണ്ടെത്തലുള്ളത്. എന്നാൽ പ്രതി കോടതിയിൽ വന്നുപോയതിനു ശേഷം മാത്രമാണ് കുറ്റബോധം വന്നതെന്നും അതിനു മുൻപ് കേസിന്റെ വിചാരണ ഘട്ടത്തിലോ തെളിവെടുപ്പ് ഘട്ടത്തിലോ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയപ്പോൾ പോലും പ്രതിക്ക് യാതൊരുവിധ കുറ്റബോധം ഉണ്ടായിരുന്നില്ല എന്നത് പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തി. പിന്നാലെയാണ് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 1.5 വർഷത്തിന് ശേഷം പാലക്കാട് നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ വിധി പറഞ്ഞത്. വധശിക്ഷ കിട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അയാൾ അനുഭവിച്ച് അതിൻ്റെ ഉള്ളിൽ ഇരിക്കണം. തൂക്കുകയറ് കൊടുത്ത് എന്തായാലും കേസ് അപൂർവങ്ങളിൽ അപൂർവം എന്ന് നിരീക്ഷിച്ചാണ് പ്രതിക്ക് കോടതി തൂക്കുകയർ വിധിച്ചത്. പിന്നാലെ പ്രതി കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് ഭീഷണിയാണെന്നും കോടതി കണ്ടെത്തി. 20 ലക്ഷം രൂപ പിഴയും മൂത്ത മകൾക്ക് സർക്കാർ ജോലി നൽകാനും വിധിയിലുണ്ട്. 20 ലക്ഷം രൂപ പിഴത്തുകയുണ്ട്. അതിൽ അവരുടെ റിലേറ്റീവ്സിന് 1-2 പേർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ആ വീട് വിറ്റ് കൊടുക്കണം. വിലാസിനിയുടെ ചെന്താമരയുടെ ഭാര്യയുടെ പേരിലുള്ള ആ വീട് വിറ്റിട്ട് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട്. അഖിലയ്ക്കും അതുല്യയ്ക്കും പിന്നെ ലക്ഷ്മിയുടെ മകൻ സുരേന്ദ്രൻ സുനിത എന്നിവർക്കും ഇത് പ്രപ്പോർഷനിൽ അത് എത്ര പ്രപ്പോർഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് വീതിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതിക്ക് വധശിക്ഷ വാങ്ങിക്കൊടുത്ത പ്രോസിക്യൂഷന് നന്ദി പറഞ്ഞ സുധാകരന്റെ മക്കൾ പൊട്ടിക്കരഞ്ഞു. പ്രോസിക്യൂഷന്റെ എല്ലാ വാദങ്ങളും കോടതി അംഗീകരിച്ചെന്നും സന്തോഷമുള്ള വിധിയെന്നും പ്രോസിക്യൂഷനും. എന്നാൽ വിധിയിൽ ആശങ്കയില്ലെന്നും അപ്പീൽ പോകുമെന്നുമാണ് പ്രതിഭാഗത്തിന്റെ മറുപടി. വീഡിയോ ജേർണലിസ്റ്റ് പ്രഭുപാലനൊപ്പം ഐഷത്തുൽ ഷംന, ബിഗ് ടിവി ജേർണലിസ്റ്റ്, പാലക്കാട്. Big TV, without fear or favor.